PSCയെ പോലെയുള്ള ഒരു ഭരണഘടനാ സ്ഥാപനം ഏറ്റവും വലിയ തകർച്ചയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്നത് പിണറായി സർവീസ് കമ്മീഷനാണോ, പാർട്ടി സർവീസ് കമ്മീഷനാണോ, പിണറായി സരിത കമ്മീഷനാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല എന്ന് KSU സംസ്ഥാന പ്രസിഡന്റ് KM അഭിജിത്ത് പരിഹസിച്ചു. സെൻസറിങ്ങും PR ഉപദേശങ്ങളുമില്ലാതെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ക്യാമ്പസിൽ വിദ്യാർത്ഥികളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ മുഖ്യമന്ത്രിയെ KM അഭിജിത്ത് വെല്ലുവിളിച്ചു. പബ്ലിക് സർവീസ് കമ്മീഷൻ പാർട്ടി സർവീസ് കമ്മീഷനാണോ, പിണറായി സർവീസ് കമ്മീഷനാണോ, പിണറായി സരിത കമ്മീഷനാണോ എന്നൊക്കെയുള്ള അവ്യക്തതകളാണ്. പബ്ലിക് സർവീസ് കമ്മീഷൻ അത് ആ പേരിൽ നിന്ന് വലിയ വ്യതിയാനം വന്നിട്ടുണ്ട് എന്ന് കേരളത്തിന്റെ സമൂഹം തിരിച്ചറിയുകയാണ്. അതുകൊണ്ടാണ് ഇത്തരം 3-4 പേരുകളിലേക്ക് നമ്മുടെ PSC മാറുന്നത്. അപ്പോൾ PSC പോലൊരു ഭരണഘടനാ സ്ഥാപനം തകർച്ചയുടെ ഏറ്റവും വലിയ ഘട്ടത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന ഒരു ഗവൺമെന്റ്, പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് മുഖമുദ്രയാക്കുന്നത് വിദ്യാർത്ഥി യുവജന വിരുദ്ധതയാണ്. വിദ്യാർത്ഥി യുവജന വിരുദ്ധതയുടെ പേരിലാണ് നാളുകൾ പിണറായി വിജയന്റെ ഗവൺമെന്റ് ചരിത്രത്തിൽ ഇടം നേടാൻ വേണ്ടി പോകുന്നത്. പ്രഖ്യാപനങ്ങളൊന്നും ഫലത്തിൽ കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്കും കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കാണുകയാണ്. സെക്രട്ടേറിയറ്റിന് മുൻപിൽ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് നടക്കുന്ന സമരം നേരത്തെ സൂചിപ്പിച്ച പോലെ ഊണും ഉറക്കവും ഇല്ലാതെ കൂലിപ്പണിക്ക് പോയി ജോലി എന്ന വലിയ അധ്വാനത്തിന് വേണ്ടി ഗവൺമെന്റ് ജോലി എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാൻ വലിയ അധ്വാനത്തിന് കൂലിപ്പണിക്ക് പോയി ആ ജോലി കഴിഞ്ഞതിന് ശേഷമാണ് ഈ അധ്വാനത്തിന് ഈ ചെറുപ്പക്കാർക്ക് നേതൃത്വം കൊടുക്കുന്നത്. തീർത്തും അർഹരായിരിക്കുന്ന ആളുകളാണ്. ആ ചെറുപ്പക്കാരെയാണ് ഇന്ന് കേരള വിരുദ്ധരാണ് ഈ സമരം ചെയ്യുന്നത് എന്നുള്ള രീതിയിലുള്ള എന്താ പറയുക സമരക്കാരെ ആക്ഷേപിച്ചുകൊണ്ടുപോലും ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരുടെ പോലും പ്രതികരണം. അപ്പൊ ഈ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരുടെ ആവശ്യങ്ങൾ കേൾക്കാൻ എന്താണ് ഈ ഗവൺമെന്റ് ഇനിയും തയ്യാറാകുക? ആ സമരം ചെയ്യുന്ന തീർത്തും ന്യായമായിട്ടുള്ള കാര്യങ്ങളെ അത് അന്യായമായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞ് അവഗണിക്കാനും തെറ്റായി ആ സമരത്തിന് തെറ്റായ രീതിയിൽ മറുപടി കൊടുക്കാനുമാണ് ഗവൺമെന്റ് തയ്യാറാകുന്നത്. ഇപ്പോ സിവിൽ പോലീസ് ഓഫീസർമാരുടെ റാങ്ക് ലിസ്റ്റ് അട്ടിമറിച്ച ചെറുപ്പക്കാരാണ് അവിടെ അട്ടിമറിക്ക് വിധേയരായ ആളുകൾ. നിങ്ങൾക്ക് ഓർമ്മയുണ്ട് എങ്ങനെയാണ് ആ CPO റാങ്ക് ലിസ്റ്റ് അട്ടിമറിക്കപ്പെടുന്നത്? കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനകത്ത് SFIക്കാരനായിട്ടുള്ള അഖിലെന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ഇടനെഞ്ചിലേക്ക് നസീമും ശിവരഞ്ജിത്തും എന്നും പേരുള്ള 2 SFI ക്രിമിനലുകൾ കത്തി കുത്തി ഇറക്കുന്നതും പിന്നീട് അതിനുശേഷം KSUവിന്റെ നേതൃത്വത്തിൽ നടന്ന സമരവും ഈ തലസ്ഥാന നഗരിയെ കുറെ ദിവസക്കാലം പ്രക്ഷുബ്ധമാക്കിക്കൊണ്ട് KSU നടത്തിയ ഇടപെടലുകൾ സമരങ്ങളുടെ ഭാഗമായിട്ടാണ് ആ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് കേന്ദ്രീകരിച്ച് നടന്ന തട്ടിപ്പ് പുറലോകം അറിയുന്നത്. അങ്ങനെയാണ് ആ തട്ടിപ്പ് പിന്നീട് എത്തി നിൽക്കുന്നത് യൂണിവേഴ്സിറ്റി കോളേജിലെ പരീക്ഷാ തട്ടിപ്പ്. ഉത്തരപേപ്പറുകളുടെ ബണ്ടില് ഈ പ്രതികളുടെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്ന കാര്യത്തിലേക്കും പിന്നീട് വ്യാജ സീലുകൾ കണ്ടെടുക്കുന്ന കാര്യത്തിലേക്കും അതിനുശേഷം ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ സിവിൽ പോലീസ് ഓഫീസർ പരീക്ഷയിലെ 1ഉം 2ഉം 28ഉം റാങ്കിലേക്ക് ഇവർ വന്നതാണ് പിന്നെ നമ്മൾ കണ്ടത്. അങ്ങനെ ഈ പരീക്ഷ കൃത്യമായിട്ട് അട്ടിമറിച്ചിരിക്കുന്നു എന്നുള്ള ബോധ്യം കേരളത്തിന്റെ സമൂഹത്തിന് ആഹ്വാനം വന്നു. അന്ന് സമരം ചെയ്യുന്ന KSU പ്രവർത്തകരെ സമരം ചെയ്യുന്നതെന്താ മീൻ കച്ചവടക്കാരാണ് എന്നവരെ ആക്ഷേപിച്ച് ആ ഒരു വലിയ സമൂഹത്തെ പോലും ആക്ഷേപിച്ചുകൊണ്ടാണ് വിജയരാഘവൻ ഉൾപ്പെടെയുള്ള CPMന്റെ നേതാക്കൾ അന്ന് പ്രതികരിച്ചത്. പക്ഷെ ഞങ്ങൾ അന്നും പറഞ്ഞു ഇവിടെ പരീക്ഷകൾ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു, ഞങ്ങൾക്ക് നീതി വേണം. അന്ന് നമ്മൾ KSU തുടങ്ങി വെച്ച സമരം അത് ഇന്നും ശരിയാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അന്ന് നമ്മൾ പറഞ്ഞു PSCയുടെ സുതാര്യതയും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ നഷ്ടമായിരിക്കുന്നു, വിശ്വാസ്യത തകർന്നിരിക്കുന്നു. അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പത്രസമ്മേളനം നടത്തി പറഞ്ഞത് PSCയെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ്. അതേ മുഖ്യമന്ത്രിക്ക് പരീക്ഷ അട്ടിമറിക്കപ്പെട്ടു എന്ന് പിന്നീട് പറയേണ്ടി വന്നത് നമ്മൾ കണ്ടതാണ്. അപ്പൊ അന്ന് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്ന ചെറുപ്പക്കാരാണ് ഇന്ന് വീണ്ടും CPO റാങ്ക് ലിസ്റ്റിന്റെ അർഹതപ്പെട്ട ആളുകൾ അവിടെ സെക്രട്ടറിക്ക് മുമ്പിൽ സമരം ചെയ്യുന്നത്. സ്വാഭാവികമായിട്ട് അവരുടെ സമരത്തിന് വലിയ ന്യായമുണ്ട്. ഈ പരീക്ഷാ തട്ടിപ്പ് പുറത്തു വന്നതിന് ശേഷം ഏതാണ്ട് 4-5 മാസക്കാലം ആ ലിസ്റ്റ് ഇങ്ങനെ മരവിച്ചു കിടന്നു. PHQവിൽ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഒരു റിപ്പോർട്ടുകളും നൽകാതെ ഈ കാലാവധി കഴിയുന്നവരെ ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച് മുന്നോട്ട് പോയി. കഴിഞ്ഞ ദിവസം ഒരു ചാനൽ ചർച്ചയ്ക്കിടയിൽ ഒരു MLA ആ ഉദ്യോഗാർത്ഥികളെ ആക്ഷേപിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യവും
പുലർച്ചെ 2-3 മണിവരെയാണ് കൂലിപ്പണിക്ക് പോയി വീട്ടിലെത്തി ഒരു തൊട്ടി വെള്ളം തലയിൽ ഒഴിച്ച് 2-3 മണിവരെയാണ് കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. അങ്ങനെ പഠിച്ച് അവർ കടന്നു വന്നതാണ് ഈ റാങ്ക് ലിസ്റ്റുകളിലേക്ക്. ആ റാങ്ക് ലിസ്റ്റുകളാണ് അവരെ ഇങ്ങനെ അട്ടിമറിച്ച് മുമ്പോട്ട് പോകുന്നത്. അപ്പൊ അവര് തെരുവിലിറങ്ങുകയല്ലാതെ എന്ത് ചെയ്യും? ഇത് ആദ്യമായിട്ടല്ലല്ലോ തെരുവിലിറങ്ങുന്നത്. പല രീതിയിൽ അവർ ഈ സമരം നടത്തിയതാണ്. LDCയിലെ വലിയ അപ്രഖ്യാപിത നിയമന നിരോധനം ഈ കേരളത്തിൽ നടക്കുകയാണ്. പല റിപ്പോർട്ടുകളും ഒഴിവുകളും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. മുഖ്യമന്ത്രി തന്നെ 4-5 തവണയും പറയുന്നു ഒഴിവ് റിപ്പോർട്ടുകൾ, ഒഴിവുള്ള സീറ്റുകൾ റിപ്പോർട്ട് ചെയ്യണം. ആരാണ് പറയുന്നത്? ഒരു മുഖ്യമന്ത്രി ഒരു തവണ പറഞ്ഞ് നമുക്ക് മനസ്സിലാക്കാം. പല തവണയായി മുഖ്യമന്ത്രി ഇതേപോലെ പത്രസമ്മേളനം നടത്തി പറയാണ്. അതിന്റെ ഒരു നടപടികളും മുമ്പോട്ട് പോകുന്നില്ല. കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ ശ്രീ VS ശിവകുമാർ ചോദിച്ച പല ചോദ്യങ്ങളുണ്ട്. ഈ PSCയുമായി ബന്ധപ്പെട്ട് ശിവകുമാർ മാത്രമല്ല ഒരുപാട് MLA-മാർ ചോദിച്ച ചോദ്യങ്ങൾ, അതിനൊന്നും ഇതുവരെ വ്യക്തമായ മറുപടി മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചിട്ടില്ല. അപ്പൊ ഈ സർക്കാരിന്റെ ആരംഭം മുതൽ ഈ സമയം വരെയുള്ള നടപടികളൊക്കെ യുവജന വിദ്യാർത്ഥി വിരുദ്ധത മുഖമുദ്രയാക്കിക്കൊണ്ടാണ്. ഇത് ഇങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ സാധ്യമല്ല എന്നതുകൊണ്ടാണ് നമുക്ക് യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങളുണ്ടായി, KSU സമരങ്ങളുണ്ടായി. ഇന്നും ഞങ്ങൾ ഇങ്ങോട്ട് കടന്നു വരുന്നത് നിങ്ങൾക്കറിയാം. അവിടെ ഒരു ജില്ലാ KSU കമ്മിറ്റിയുടെ വലിയ ഒരു സമരത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടാണ്. ഇപ്പോഴും കണ്ണു തുറക്കാൻ പിണറായി വിജയൻ തയ്യാറാകുന്നു. പിണറായി വിജയനും MLA-മാരും മന്ത്രിമാരും ഒക്കെ ഈ സമരക്കാരെ അധിക്ഷേപിക്കാനും സമരക്കാരെ ഇല്ലായ്മ ചെയ്യാനും ഒക്കെയുള്ള നടപടികളിലേക്ക് കൊണ്ടുപോകാൻ. ഇതിപ്പോൾ രാഷ്ട്രീയമാണ് പറയുന്നതെങ്കിൽ ഞങ്ങൾ രാവിലെ സൂചിപ്പിച്ചു, ഈ ഇരിക്കുന്ന സമരക്കാരിൽ ബഹുഭൂരിപക്ഷം ആളുകളും അവരുടെ വിദ്യാർത്ഥി കാലഘട്ടത്തിൽ ഉൾപ്പെടെ ഇടതുപക്ഷത്തിന് വേണ്ടി അടികൊള്ളാനും പോസ്റ്റർ ഒട്ടിക്കാനും പോയ ചെറുപ്പക്കാരാണ്. അവരെയാണ് ഇവർ ഇങ്ങനെ നിരുത്തരവാദിത്തപരമായിട്ട് അവഹേളിച്ചു മുന്നോട്ട് പോകുന്നത്. ഈ ഇടതുപക്ഷ അനുഭാവികളായ ചെറുപ്പക്കാർ പോലും അനീതിക്ക് ഇരയാക്കപ്പെടുകയാണ്. പക്ഷെ നീതി കിട്ടുന്ന ചില ആളുകളുണ്ട്. അത് തലശ്ശേരി MLA-യുടെ ഭാര്യയാണ്. നമുക്കറിയാലോ, കണ്ണൂർ സർവകലാശാലയിൽ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ എല്ലാ മാനദണ്ഡങ്ങളും അട്ടിമറിച്ച് ജോലി കൊടുത്തു ആ MLA-യുടെ ഭാര്യയ്ക്ക്. ഹൈക്കോടതി ഇടപെട്ടു, അവരെ മാറ്റിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അവിടെ നിന്ന് റിലീവ് ചെയ്ത് പോകേണ്ടി വന്നു. കഴിഞ്ഞ 2-3 ആഴ്ചക്കാലം മുമ്പ് കാലിക്കറ്റ് സർവകലാശാലയിൽ ഇതേപോലെ മാനദണ്ഡങ്ങളെല്ലാം അട്ടിമറിച്ചുകൊണ്ട് ഒരു നിയമനത്തിന്റെ നടപടികളുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട്. അതിൽ ഈ പറയുന്ന MLA-യുടെ ഭാര്യയ്ക്ക് നിയമനം കൊടുക്കാനുള്ള നടപടികളും പൂർത്തീകരിച്ചതാണ് ഏതാണ്ട്. അവിടെ സെയിം യൂണിവേഴ്സിറ്റി ഫോറം ആണെങ്കിലും അവിടുത്തെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒക്കെ ഇടപെടൽ കൊണ്ട് ഞങ്ങളൊക്കെ അവിടെ പോയി സമരം ചെയ്ത ആളുകളാണ്. അവിടെയൊക്കെ ചില നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ മുകളിൽ നിന്ന് ചാടി കളിക്കണം കുഞ്ഞിരാമ എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യുന്ന ചില ആളുകളെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് കൊണ്ട് പ്രതിഷ്ഠിച്ചിരിക്കുകയാണ്. ഒരു വിദ്യാഭ്യാസ കേരളത്തിന്റെ വിദ്യാഭ്യാസ മുന്നേറ്റത്തിന്റെ ഏറ്റവും വലിയ ഘടകങ്ങളാണ് സർവകലാശാലകൾ എന്നുള്ള ബോധ്യം പോലും ഉൾക്കൊള്ളാതെ ഒരു കഴിവുമില്ലാത്ത ഒരു യോഗ്യതയുമില്ലാത്ത ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടി ഇടപെടുന്നത് നേരത്തെ പറഞ്ഞ ചില കുഞ്ഞിരാമന്മാരാണ്. അവർ നേരെ ഒരർഹതയില്ലാത്ത ആളുകൾക്ക് ജോലി കൊടുക്കുകയാണ്. നെറ്റും JRF-ഉം PhD-യും ഉള്ള എല്ലാ യോഗ്യതയുമുള്ള ആളുകൾ ഒരുപാട് നിൽക്കുമ്പോഴാണ് അവരെ ഒഴിവാക്കിക്കൊണ്ട് ഇത്തരം നടപടികൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. കാലിക്കറ്റ് സർവകലാശാലയിൽ ഞങ്ങൾ ഈ പ്രതിഷേധവുമായിട്ട് കടന്നുപോയതാണ്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ ഗവൺമെന്റ് മുന്നോട്ട് പോയിട്ടുണ്ട്. ഏതാണ്ട് 140-നടുത്ത് ആളുകൾക്ക് നിയമനം കൊടുക്കാനുള്ള നടപടികൾ അവിടെ സ്വീകരിക്കപ്പെട്ടിട്ടുണ്ട്. യോഗ്യത സംവരണ മാനദണ്ഡങ്ങൾ പോലും അട്ടിമറിച്ചുകൊണ്ടാണ് ആലോചിക്കണം അത് കാലിക്കറ്റ് സർവകലാശാലയിൽ. അപ്പൊ അവിടെ ആ നിയമനത്തിന്റെ സമയത്ത് ഈ ഇടതുപക്ഷ MLA-യുടെ ഭാര്യയ്ക്ക് പരാതികളുടെ അടിസ്ഥാനത്തിൽ വലിയൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടായെന്ന് വിചാരിച്ച് അവിടെ ലാസ്റ്റ് ഘട്ടത്തിൽ അവരതിൽ നിന്ന് മാറ്റാൻ വേണ്ടി നിർദ്ദേശമോ അങ്ങനെയുള്ള നടപടികൾ വന്നു. പക്ഷേ കാലടി സർവകലാശാലയിൽ മുൻ ex-MP-യുടെ ഭാര്യയ്ക്ക് നിയമനം നൽകിയെന്ന് പറഞ്ഞ് ഞങ്ങൾ ചോദിക്കുന്നു. ഇവർ പറയുന്നുണ്ട്, MP പറയുന്നത് അദ്ദേഹത്തിനെ വ്യക്തിഹത്യ നടത്താനുള്ള കാര്യം. ഞങ്ങൾ ചോദിക്കുന്നു, അദ്ദേഹം പറഞ്ഞു ഒരാഴ്ച മുമ്പ് ഞാൻ അറിഞ്ഞിട്ടുണ്ട്, എന്നെ ബന്ധപ്പെട്ടിട്ടുണ്ട്, എന്റെ ഭാര്യയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. ഇത് പറയുന്നത് ആരാ? കേരളത്തിലെ SFI പോലെ DYFI പോലുള്ള ഒരു പ്രസ്ഥാനത്തിന് വലിയ രീതിയിൽ നേതൃത്വം കൊടുത്ത് ഞങ്ങളെന്നും യുവജനങ്ങൾക്കൊപ്പമാണ് എന്ന് പറഞ്ഞ ആളുകളാണ്. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി എന്ന് പറയുമ്പോ മിണ്ടാതിരിക്കുകയാണോ? അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ ഒരു പുറത്തു നിന്നുള്ള ഇടപെടൽ, അദ്ദേഹത്തിന്റെ ഭാഷ ഉപയോഗിച്ച ഉപജാപക സംഘം അവിടെ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആ സമയത്ത് MP ഇടപെട്ടുകൊണ്ട് കാലടി സർവകലാശാലയിലെ ആ നിയമനങ്ങൾ അട്ടിമറിക്കപ്പെടുകയാണ്? ഇത് നിർത്തിവെക്കണമെന്നെ MP-ക്ക് പറയാൻ സാധിക്കാതെ പോയത്. അപ്പൊ ഇത് എല്ലാ സംഭവവും അട്ടിമറിച്ചുകൊണ്ട് തന്റെ മക്കളെ സ്കൂളിൽ ചേർക്കുമ്പോ ജാതി മതമേതെന്ന ചോദ്യത്തിന് മതമില്ല എന്ന് പറഞ്ഞ ഞങ്ങളതിനെ സ്വാഗതം ചെയ്യും. നമ്മളുടെ മതേതരത്വ പാരമ്പര്യം അതൊക്കെ തന്നെയാണ്. മതമുള്ളവനും ഇല്ലാത്തവനും ഒക്കെ ഒന്നിച്ചുള്ള സംസ്കാരവും സംവിധാനവുമാണ്.
അങ്ങനെ തന്നെ മക്കളുടെ കാര്യത്തിന് വലിയ രീതിയിൽ പ്രചരണം കൊടുത്ത, അദ്ദേഹത്തിന് വേണ്ടി സൈബർ ഇടത്തിൽ പോരാടിയ സൈബർ സഖാക്കളൊക്കെ എന്റെ ഈ ഒരു സംവരണ തത്വങ്ങൾ അട്ടിമറിച്ചുകൊണ്ട് കാലിക്കറ്റ് സർവകലാശാലയിൽ യോഗ്യരായ മറ്റുള്ള ആളുകളെ ഒഴിവാക്കിയവർക്ക് ഒരു നിയമനം കൊടുത്തപ്പോ അതിനെതിരെ ഉണ്ടാകും സൈബർ ഇടത്തിൽ പ്രതികരിക്കണ്ടേ? സൈബർ ഇടത്തിൽ ഇനി പൊതുസമൂഹം കാണാതെങ്കിലും നിങ്ങൾക്ക് പ്രതികരിക്കുമെന്നുള്ളതാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്നെയൊക്കെ ഇടതുപക്ഷ അനുഭാവികളായ പല ആളുകളും വിളിച്ചിട്ടുണ്ട്. പലർക്കും പേടിയാണ് പുറത്തു പറയാൻ, പലർക്കും പേടിയാണ് ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ നാളുകളിൽ തങ്ങളെ ബാധിക്കുമോ എന്നുള്ള പേടി കൊണ്ട് പല ആളുകളും പറയുന്നില്ല എന്നത് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ കഷ്ടപ്പെട്ട് പഠിച്ച് ഊണുപുറക്കവുമില്ലാതെ കഷ്ടപ്പെട്ട ആളുകൾ റാങ്ക് ലിസ്റ്റിൽ വരുമ്പോ അവർക്ക് തൊഴിലില്ല, അവർക്ക് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം നടത്തുകയാണ്. പക്ഷേ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികയിൽ ഉൾപ്പെടെ മാനദണ്ഡങ്ങളൊക്കെ അട്ടിമറിച്ച് പല ആളുകൾക്കും ജോലി ലഭിക്കുന്നുണ്ട്. അത് നേതാക്കന്മാരുടെ ഭാര്യയ്ക്കും കുടുംബക്കാർക്കുമാണ്. ഈ ഗവൺമെന്റിന്റെ ആദ്യ സമീപനം തൊട്ട് ഈ സമയം വരെയുള്ള നടപടികൾ നമ്മൾ നോക്കിയാൽ മതി. ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾ MP രാജേഷിന്റെ ഭാര്യ യോഗ്യതയുള്ള ആളാണെങ്കിൽ അവർക്ക് നിയമനം കൊടുക്കട്ടെ. പക്ഷെ മറ്റുള്ള ആളുകൾക്ക് യോഗ്യത ഇല്ല എന്ന് പറയാനുള്ള കാരണം കൂടി പറയണ്ടേ? മറ്റ് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകളെക്കാൾ എന്ത് യോഗ്യതയാണ് ഇവർക്ക് അധികമെന്ന് പറയണ്ടേ? അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരുമ്പോഴാണ് ഒരാഴ്ച മുമ്പ് എന്നെ ഭീഷണിപ്പെടുത്തി, ഒരാഴ്ച മുമ്പ് എന്റെ ഭാര്യയെ ഭീഷണിപ്പെടുത്തി, ആ ഭീഷണി കൊണ്ടാണ് ഞങ്ങൾ ജോലിയിൽ ചേരാൻ തീരുമാനിച്ചതെന്നാണ് പറയുന്നത്. ഞങ്ങൾ ചോദിക്കുന്നു, ധാർമ്മികത ഉണ്ടെങ്കിൽ അദ്ദേഹത്തോട്, കേരളത്തിലെ പൊതുസമൂഹത്തോട്, വിദ്യാർത്ഥികളോട്, യുവജനങ്ങളോട് പ്രതിബദ്ധത ഉണ്ടെങ്കിൽ MP രാജേഷ് എന്ന് പറയുന്ന മുൻ MP ചെയ്യേണ്ടത് ഈ സർവകലാശാലയുടെ നിയമനങ്ങളിൽ അട്ടിമറി നടക്കുന്നുണ്ട്. എന്നെയും ബന്ധപ്പെട്ടിട്ടുണ്ട്. ഉപജാപന സംഘം ഇതിന്റെ പുറകിലുണ്ട്. അവർക്കെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടപടിയെടുക്കണം. സർവകലാശാലയിലെ നിയമനവുമായി ബന്ധപ്പെട്ട ഇന്റർവ്യൂ നിർത്തിവെക്കണം. ഇത് പറഞ്ഞാൽ MP രാജേഷ് ഞങ്ങൾ അംഗീകരിക്കും. അല്ലാതെ എല്ലാ സംവരണവും അട്ടിമറിച്ച് നിയമനം നൽകിയപ്പോ അത് ന്യായീകരിക്കാൻ പറയുന്ന ഉപചാരണ വൃന്ദത്തെ പറ്റി ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഞങ്ങൾ പറയുന്നു, സർവകലാശാലകളിലെ ഈ നിയമന അട്ടിമറികൾക്കെതിരെ സർക്കാർ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിക്കണം. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കുകയാണ്. ഉദ്യോഗാർത്ഥികളുമായി ബന്ധപ്പെട്ട രീതിയിൽ ഞങ്ങൾ കോടതിയിൽ ഹൈക്കോടതിയെ സമീപിക്കാൻ വേണ്ടി പോവാണ്. ഇവിടെ യോഗ്യതയുള്ള ആളുകളെയൊക്കെ അവഗണിച്ചാണ് ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ പൊതുസമൂഹത്തിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി KSU സമരം ശക്തമാക്കുകയാണ്. അതിന്റെ ഭാഗമായി അത് ഒരു ഭാഗത്ത് PSCയുടെ കാര്യമാണ്. രണ്ടാമത്തത്, കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും കഴിവുകെട്ട വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ, ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം വിദ്യാഭ്യാസ വകുപ്പിനെ രണ്ടാക്കി തിരിച്ച് പൊതുവിദ്യാഭ്യാസം എന്നും ഉന്നത വിദ്യാഭ്യാസം എന്നും ആക്കി ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചത് KT ജലീൽ എന്ന് പറയുന്ന ഒരു മന്ത്രിയാണ്. കേരളത്തിലെ ഏറ്റവും കഴിവുകെട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ അതിന്റെ മറുപടി ഈ KT ജലീലാണ്. ഈ കഴിവ് നമുക്കറിയാം എന്തെല്ലാം കാര്യങ്ങളാണ്. കേരളത്തിലെ കോളേജിലേക്ക് നെറ്റും JRFും PhDയും കഴിഞ്ഞ കോളേജ് പ്രൊഫസർമാരാകേണ്ടിയിരുന്ന ആളുകളുടെ അവരുടെ എല്ലാം ഒഴിവുകൾ പോലും ഇല്ലാതാക്കി, PG വെയിറ്റേജ് ഒഴിവാക്കി കേരളത്തിലെ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങളെ നഷ്ടപ്പെടുത്തിയത് മാത്രമല്ല, ആ വെയിറ്റേജ് കുറച്ചതിലൂടെ വിദ്യാഭ്യാസത്തിന്റെ മൂല്യത്തെക്കാൾ ഞങ്ങൾ പണത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. കുറെ അധ്യാപകരുടെ നിയമനം നടന്നു കഴിഞ്ഞാൽ ബാധ്യത സർക്കാരിന് കൂടുതൽ ബാധ്യതയാണ്. അതുകൊണ്ട് അധ്യാപക തസ്തികകൾ ഇല്ലാതാക്കി. ആലോചിക്കണം, വിദ്യാഭ്യാസവും സാമ്പത്തികവും രണ്ട് തരത്തിൽ വന്നാൽ അത് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം കൊടുക്കണമെന്ന് പറഞ്ഞിരുന്ന മുൻകാല ഇടതുപക്ഷ അനുഭാവികളുള്ള പാർട്ടിയുടെ പ്രതിനിധിയായിട്ട് മന്ത്രിയായ KT ജലീൽ ഭരിക്കുമ്പോഴാണ്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോഴാണ് PG വെയിറ്റേജ് ഒഴിവാക്കിക്കൊണ്ട് തസ്തികകൾ ഇല്ലാതാകുന്നത്. അതൊരു ഭാഗത്താണ്. കേരള ചരിത്രത്തിൽ ഇല്ലാത്ത രീതിയിൽ സർവകലാശാലയുടെ മാർക്ക് ദാനത്തിന്റെ കേന്ദ്രങ്ങളാകുന്നത് KT ജലീൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയാകുമ്പോഴാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ, കഴിഞ്ഞ 1.5 വർഷക്കാലം മുമ്പ് MG സർവകലാശാലയുമായി ബന്ധപ്പെട്ട മാർക്ക് ദാനവുമായി ബന്ധപ്പെട്ട് KSU വന്ന വാർത്തകൾ, അതിനുശേഷം KSU നടത്തിയ ഇടപെടലുകൾ, ഞങ്ങൾക്കൊക്കെ ഞങ്ങളുടെ പ്രവർത്തകരെയൊക്കെ ദൂരമായിട്ടാണ് ആ മാർച്ചുകളിലും MG സർവകലാശാലയിലൊക്കെ പോലീസ് നേരിട്ടത്. പക്ഷെ ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. ആ വിവാദം വന്ന ആരംഭഘട്ടം മുതൽ അവസാനം വരെ മുമ്പോട്ട് പോയ ആളുകളാണ് ഞങ്ങൾ. ഒരു യുവജന വിദ്യാർത്ഥി സംഘടന എന്ന രീതിയിൽ വിദ്യാർത്ഥി സമൂഹത്തിന്റെ ആവശ്യങ്ങൾ ഏറ്റെടുത്ത് മുന്നോട്ട് പോയ ആളുകളാണ് ഞങ്ങൾ. ആ സമരത്തിന്റെ ഒടുവിൽ MG സർവകലാശാലയുടെ മാർക്ക് ദാനം പിൻവലിക്കേണ്ടി വന്ന ഗവൺമെന്റാണ് ഈ ഗവൺമെന്റ്. എന്നാൽ ഇന്ന് കഴിഞ്ഞ കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമ സ്ഥാപനം 3 ദിവസത്തെ റിപ്പോർട്ടിംഗ് ആണ് കേരള സർവകലാശാലയുമായി ബന്ധപ്പെട്ട മാർക്ക് ദാനം. ആ മാർക്ക് ദാനത്തിന്റെ പൈസ കൊടുക്കുകയാണ്. ആ സെക്ഷൻ ഓഫീസർ വിദ്യാർത്ഥികളുടെ മാർക്ക് തിരുത്തുകയാണ്.
ഇത് സ്ഥിരീകരിച്ചിരിക്കുന്നത് VC-യും PVC-യും ഉൾപ്പെടെയുള്ള അധികാര സമിതിയാണ്. എന്റെ ആ മാർക്ക് തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ഉദ്യോഗസ്ഥനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ ഈ സമയം വരെ ഗവൺമെന്റ് തയ്യാറാകുന്നത് സംരക്ഷണം കൊടുക്കല്ലേ? ഇപ്പൊ സംരക്ഷണം കൊടുക്കുന്ന സ്വാഭാവികമായിട്ട് സിൻഡിക്കേറ്റുള്ള ചില ആളുകൾക്കെതിരെ ഇടപാടുണ്ട്, ഗവൺമെന്റിന്റെ ഭാഗമായിട്ടുള്ള ആളുകൾക്ക് ഇടപാടുണ്ട്. അങ്ങനെ ഇവരൊക്കെ അറിഞ്ഞുകൊണ്ടാണ് മാർക്ക്ദാനം നടക്കുന്നത് എന്നുള്ള പൂർണ്ണ ബോധ്യം മുഖ്യമന്ത്രിക്കുണ്ട്, ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്കുണ്ട്. അതുകൊണ്ട് ഈ തട്ടിപ്പിന് നേതൃത്വം കൊടുക്കുന്ന ഉദ്യോഗസ്ഥർ അവരെ സംരക്ഷിച്ച് മുന്നോട്ട് പോവുകയാണ് ഈ KT ജലീലും പിണറായി വിജയനും. KSUവിന്റെ കഴിഞ്ഞ ആഴ്ചയിൽ 2-3 പ്രതിഷേധങ്ങളും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയുള്ള പോരാട്ടങ്ങളുമായി യൂണിവേഴ്സിറ്റിയിൽ നടത്തി. കണ്ണു തുറക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറല്ല. ഇന്ന് നമ്മുടെ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചിന്റെയും പ്രധാന ആവശ്യങ്ങളിലൊന്ന് PSCക്കൊപ്പം തന്നെ ഈ സർവകലാശാലകൾ മാർക്ക്ദാനത്തിന്റെ കേന്ദ്രമാക്കുന്ന പിണറായി വിജയന്റെ നടപടി അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. മാർക്ക്ദാനത്തിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളെ മാറ്റി നിർത്തണമെന്നുള്ളതാണ്. പക്ഷെ പ്രിയമുള്ളവരെ, അതൊന്നും അംഗീകരിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറായിട്ടില്ല. അങ്ങനെയാണ് നമ്മൾ ഈ ഒരു പ്രത്യക്ഷ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സർവകലാശാലകൾ ഇതുപോലെ അധപതനത്തിന്റെ കേന്ദ്രങ്ങളാക്കിയ, മൂല്യച്യുതിയിലേക്ക് തള്ളിവിട്ട KT ജലീലിനെയും കൂട്ടി ഇപ്പോ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി ഒരു യാത്ര നടത്തണം, ഒരു പ്രസംഗം നടത്തണം. ഞങ്ങൾ ആവശ്യപ്പെടുന്നു, എന്തെങ്കിലും ആത്മാർത്ഥത കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹത്തോട്, വിദ്യാഭ്യാസ മേഖലയോട് പിണറായി വിജയൻ ഉണ്ടെങ്കിൽ അടിയന്തരമായി ആ പ്രഹസനം അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറാണ്. ഇന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തല്ലോ, സെൻസറിംഗ് ആണ് നടത്തുന്നത്. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം MG സർവകലാശാലയിലെ ചോദ്യം ചോദിച്ച പെൺകുട്ടിയുമായിട്ട് ഫോണിൽ വിളിച്ച് സംസാരിച്ചു. ആ കുട്ടി PSCയുടെ ചോദ്യം ചോദിച്ച സമയത്ത് ആ കുട്ടിക്ക് ഒരു അവസരം കിട്ടി സംസാരിക്കാൻ. PSCയുടെ ചോദ്യം ചോദിച്ച സമയത്ത് ആശാന്റെ മുഖമൊക്കെ മാറി, മുഖ്യമന്ത്രിയുടെ മുഖം മാറി. ഒരു ചോദ്യത്തെ പോലും നേരിടാൻ കഴിവില്ലാതെ മുഖ്യമന്ത്രിയുടെ മുഖം മാറിയ ഇനി മറുപടി ഒന്നുമില്ല. കുട്ടിയുടെ ചോദ്യം കഴിഞ്ഞ് അടുത്തൊരു കുട്ടി ചോദ്യത്തിന് എഴുന്നേറ്റപ്പോഴാണ് ആ ചോദ്യങ്ങൾ കഴിഞ്ഞ് അവസാനിച്ചെന്ന് പറഞ്ഞത്. ഇപ്പൊ ഇതിനു മുൻപ് ഒരു മുഖ്യമന്ത്രി ഉണ്ടായിട്ടുണ്ട്, ശ്രീ ഉമ്മൻചാണ്ടി. ഞാൻ ഒരുപാട് നേതാക്കളുണ്ട്, ശ്രീ രാഹുൽ ഗാന്ധിയുടെ, ശശി തരൂരിന്റെ ഒക്കെ സംവാദങ്ങൾ നമ്മൾ കാണുകയാണ് വിദ്യാർത്ഥികളുമായിട്ട്. ഒരു ആ ലെവലിലേക്ക് ഇതൊന്ന് മാറാൻ കഴിയുമെന്ന് നോക്കുകയാണ്. പക്ഷേ PR ഏജൻസിക്കാർക്ക് എന്താ പറയുന്നത്, ആശാൻ സമയത്തിന് തനിപ്പണം കാണിക്കുന്നുള്ളത്. PR ഏജൻസിയും സെൻസറിങ്ങും ഒക്കെ ഒരു ഭാഗത്ത് നടക്കുകയാണ്. പക്ഷെ ആ സെൻസറിങ്ങിനെയും PR ഏജൻസിയെയും ഒക്കെ ഒരു ഘട്ടത്തിൽ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ആശാന്റെ തനിനിറം പുറത്തു വരുമെന്ന് ഈ PR ഏജൻസിക്കും വലിയ ധാരണ ഉണ്ടായിട്ടില്ല. അല്ലെങ്കിൽ അവരവിടെ വേറെ എന്തെങ്കിലും ചെയ്യരുത്. ഒരു ചോദ്യം ചോദിക്കുമ്പോഴാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ തനി സ്വരൂപം ഉള്ളിൽ നിന്ന് പുറത്തു വരുന്നത്. ഇനി ചോദ്യമില്ല, ഇരുന്നു എന്നാ പറയുന്നത്. ശ്രീ ഉമ്മൻചാണ്ടി കഴിഞ്ഞ ഒരു വിദ്യാർത്ഥികളുമായി ബന്ധപ്പെട്ട് നടത്തിയ ഒരു ഇന്റർവ്യൂവിന്റെ സംവാദത്തിന്റെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ട്. മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നുണ്ട്, സാർ നിങ്ങൾക്ക് മറ്റുള്ള ആളുകൾക്ക് വേണ്ടി ഇനി മത്സരിക്കാതെ മാറിക്കൊടുക്കാനോ അല്ലെങ്കിൽ എന്താ പറയാ മുഖ്യമന്ത്രി സ്ഥാനം ചെറുപ്പക്കാർക്ക് വേണ്ടി മാറിക്കൊടുക്കാൻ തയ്യാറുണ്ടെന്ന് ചോദിച്ചപ്പോ വളരെ ചിരിച്ചുകൊണ്ട് അദ്ദേഹം കൊടുത്ത മറുപടി, ഭാഗ്യത്തിന് ആ കുട്ടിയൊക്കെ നല്ല കാര്യം മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയോടാണ് ചോദിച്ചത്. ഇന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനോടാണെങ്കിൽ ചിലപ്പോൾ കുട്ടിയുടെ ഇന്നത്തെ അവസ്ഥ എന്താണെന്ന് നമ്മൾ ആലോചിക്കേണ്ടി വരും. ഞാൻ പറയുന്നത് ഓരോ ആളുകളുടെ സമീപനമാണ്. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യത്തെ പോലും നേരിടാൻ തയ്യാറല്ലാത്ത PR ഏജൻസി കൊടുക്കുന്ന PR ഏജൻസിയുടെ ഗൈഡ്ലൈൻസ് അനുസരിച്ച് പോകുന്ന, അവരുടെ സെൻസറിങ് നടത്തി ചോദിക്കുന്ന ചോദ്യങ്ങൾ മാത്രം ചോദിക്കണമെന്ന് പറഞ്ഞാൽ പിന്നെ എന്തിനാണ് സംവാദം, പിന്നെ എന്തിനാണ് കലാലയങ്ങൾ? ഇതാണോ ജനാധിപത്യ കേരളം? ഒരു വിദ്യാർത്ഥിക്ക് ഒരു ചോദ്യം ചോദിക്കാൻ ആ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറല്ലാത്ത മുഖ്യമന്ത്രി ഞങ്ങളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾ ഏതെങ്കിലും ഒരു ക്യാമ്പസിലേക്ക്, വേണ്ട ക്യാമ്പസിൽ പഠിക്കുന്ന കുട്ടികൾ മാത്രം മതി, ഒരു ക്യാമ്പസ് നിങ്ങൾ സെലക്ട് ചെയ്തോ, ആ കുട്ടികൾക്ക് അവർക്ക് പറയാനുള്ളതും കേൾക്കാനുള്ള ഒരു സമയം നിങ്ങൾ നൽകുമോ? ഞങ്ങളുടെ വെല്ലുവിളിയാണ്. നിങ്ങളുടെ ഈ സെൻസറിങ്ങും PR വർക്കും അതിനപ്പുറത്തേക്ക് വിദ്യാർത്ഥികളെ നേരിട്ട് കാണാൻ മുഖ്യമന്ത്രി തയ്യാറുണ്ടോ? വിദ്യാർത്ഥികളുടെ ചോദ്യത്തെ അഭിമുഖീകരിക്കാൻ തയ്യാറുണ്ടോ? എഴുതി കൊടുത്ത ചോദ്യങ്ങൾ ചോദിക്കാതെ അഭിമുഖീകരിക്കാൻ തയ്യാറുണ്ടോ? തയ്യാറല്ല എന്നുള്ളതാണല്ലോ നമ്മൾ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഈ രീതിയിൽ ഒരു പ്രവർത്തനം നടത്തി ഇങ്ങനെ മുമ്പോട്ട് പോകാൻ ഞങ്ങളത് അവസാനിപ്പിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ്. ഇതൊരു ജനാധിപത്യ നാടിനത് ഭൂഷണമല്ല. ഇത്തരം മാടമ്പിത്തരങ്ങൾക്കെതിരെയുള്ള വിധിയെഴുത്ത് എന്തായാലും കേരളത്തിലെ വിദ്യാർത്ഥി ജനത ഈ ഗവൺമെന്റിന് നൽകുമെന്ന് കാര്യം താക്കോൽ ഇതൊക്കെ ജനങ്ങൾ കാണുന്നുണ്ട്. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ഒന്നുകൂടി ഓർമ്മിക്കുകയാണ്. അദ്ദേഹത്തിന്റെ PR ടീമിനെയും അദ്ദേഹത്തിന്റെ ഏജൻസിയെയും ഒരിക്കൽ കൂടി ഓർമ്മിക്കുകയാണ്. ഈ വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളെ പോലും നേരിടാൻ തയ്യാറല്ലാത്ത മുഖ്യമന്ത്രിയെ ജനങ്ങൾ കാണുന്നുണ്ട്. അത് അദ്ദേഹത്തിനെതിരെയുള്ള വിധികൾക്കുണ്ടാവും. ഞാൻ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസ മേഖല ഇന്ന് താളം തെറ്റി മാർക്ക്ദാന തട്ടിപ്പിന്റെ എന്താ പറയാ സ്വന്തക്കാരെ തിരികെ കയറ്റുന്നതിന്റെ കേന്ദ്രങ്ങളായി നമ്മളുടെ സ്ഥാപനങ്ങൾ മാറുമ്പോൾ ഇവിടെയൊക്കെ ഒരു കാഴ്ചക്കാരായി നിൽക്കാൻ നമ്മൾക്ക് സാധിക്കില്ല. ഈ ഗവൺമെന്റിന്റെ ഈ വിദ്യാർത്ഥി വിരുദ്ധതയും യുവജന വിരുദ്ധതയും അവസാനിപ്പിക്കണമെന്നുമായി ബന്ധപ്പെട്ട് മറ്റ് പ്രത്യക്ഷ സമരങ്ങളിലേക്ക് KSU കടക്കുകയാണ്.
അതിന്റെ കൂടെയാണ് സമരക്കാരെ അവഹേളിക്കുന്ന സമീപനം ഈ രീതിയിലുള്ള ആളുകൾ ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം കൂടി അവസാനിപ്പിക്കാൻ വേണ്ടി പറയാം. ഈ PSC തട്ടിപ്പിന് നേതൃത്വം കൊടുത്ത ശിവരഞ്ജിത്തിന്റെയും നസീമിന്റെയും ഇന്നത്തെ അവസ്ഥ എന്താണ്? 1ഉം 2ഉം റാങ്ക് കിട്ടി പരീക്ഷ അട്ടിമറിച്ചവന്മാർ ഇന്നും സുജായിമാരായിട്ട് വരത്തുകയാണ്. ഈ ഗവൺമെന്റിന്റെ കീഴിൽ ഈ പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന ഭരണഘടനാ സ്ഥാപനത്തെ തകർത്ത ശിവരഞ്ജിത്തും നസീമും ഒക്കെ മഹത്വവൽക്കരിക്കപ്പെട്ട് മുന്നോട്ട് പോകുമ്പോൾ ഈ കഠിനാധ്വാനം ചെയ്ത ആളുകൾ തെരുവിലാണ്. ആ ശിവരഞ്ജിത്തിനും നസീമിനും ഒക്കെ പിണറായി വിജയൻ കൊടുക്കുന്ന പരിഗണനയുടെ ഒരു അംശം ഈ ചെറുപ്പക്കാർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. അങ്ങനെ സമരം ചെയ്യുന്ന ചെറുപ്പക്കാരെ അവരെ എന്തോ കേരള വിരുദ്ധരായി പ്രഖ്യാപിക്കുന്ന ജയരാജനാണെങ്കിലും തോമസ് ഐസക് ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും ഇതിനൊക്കെയുള്ള പ്രതിയെടുത്ത് നിങ്ങളെയൊക്കെ കാത്തിരിക്കുന്നു എന്നുള്ള ഓർമ്മപ്പെടുത്തൽ മാത്രമേ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു സുപ്രഭാതത്തിൽ ഈ സമരത്തിന് കടന്നു വന്ന ആളുകളല്ല, ന്യായമായ ആവശ്യത്തിന് വേണ്ടി കടന്നു വന്ന ആളുകളാണ്. ആ ചെറുപ്പക്കാർക്കൊപ്പം തന്നെയാണ് KSU എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ പബ്ലിക് സർവീസ് കമ്മീഷന്റെ അപ്രഖ്യാപിത നിയമന നിരോധനം കൂടി വരുന്ന ഈ ഘട്ടത്തിൽ ഉദ്യോഗാർത്ഥികളെ വഞ്ചിച്ച് ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയൊക്കെ കാഴ്ചക്കാരാക്കി മാറ്റി ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ, ഇതില് വിദ്യാർത്ഥികളുടെ ചോദ്യങ്ങളെ പോലും അഭിമുഖീകരിക്കാനുള്ള ത്രാണിയില്ലാതെ ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്ന മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ മാറുമ്പോൾ KSU മറ്റ് സമരമാർഗങ്ങളിലേക്ക് കടക്കുകയാണ്. ഫെബ്രുവരി 14-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് മുഖ്യമന്ത്രി പങ്കെടുക്കുന്ന പരിപാടി സംവാദം നടക്കുന്നത് കാലിക്കറ്റ് സർവകലാശാലയിലാണ്. ആ സർവകലാശാലയിലേക്ക് ഉദ്യോഗാർത്ഥികളുടെയും വിദ്യാർത്ഥികളുടെയും നീതിക്ക് വേണ്ടി KSUവിന്റെ മാർച്ച് ഇന്ന് തിരുവനന്തപുരത്തായിരുന്നു. 14-ാം തീയതി കാലിക്കറ്റ് സർവകലാശാലയിലേക്ക് KSUവിന്റെ മാർച്ച് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 15-ാം തീയതി തിങ്കളാഴ്ച ജില്ലാ KSU കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ PSC ഓഫീസുകൾ ഉപരോധിക്കുകയാണ്. ഫെബ്രുവരി 15 തിങ്കളാഴ്ച PSC ഓഫീസുകൾ ഉപരോധിക്കുകയാണ്. ഫെബ്രുവരി 18 ഈ ഉദ്യോഗാർത്ഥികളോടും ഉള്ള നീതി നിഷേധം അവസാനിപ്പിക്കാൻ പിണറായി വിജയൻ തയ്യാറായിട്ടില്ലെങ്കിൽ, വിദ്യാർത്ഥികളോടുള്ള അവഗണന, വിദ്യാഭ്യാസ മേഖലയോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ ഈ ഗവൺമെന്റ് തയ്യാറാവുന്നില്ല എങ്കിൽ ഫെബ്രുവരി 18-ാം തീയതി KSU സംസ്ഥാന കമ്മിറ്റിയുടെ സെക്രട്ടേറിയറ്റ് മാർച്ച് ഇങ്ങോട്ട് വരികയാണ്. നമുക്കറിയാം കോവിഡ് സാഹചര്യമൊക്കെയാണ്, പക്ഷേ നിർബന്ധിക്കുകയാണ്. സമരം ചെയ്യാൻ ഈ ഗവൺമെന്റ് നിർബന്ധിക്കുകയാണ്. അവർക്ക് ക്യാബിനറ്റ് യോഗം കൂടാൻ പ്രയാസമില്ല, ക്യാബിനറ്റ് യോഗത്തിൽ പിൻവാദം നിയമനം നടത്താൻ പ്രയാസമില്ല, ആളുകളെ സ്ഥിരപ്പെടുത്താൻ പ്രയാസമില്ല, വേണ്ടപ്പെട്ട ഫയലുകൾ ഒപ്പിടാൻ പ്രയാസമില്ല. ഈ ആവശ്യക്കാരായിരിക്കുന്ന LGFിലെ LDCയുടെ CPO റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടെയുള്ള ആളുകളുടെ ഒക്കെ കാര്യങ്ങളെ അവഗണിച്ചവർ മുന്നോട്ട് പോകുമ്പോൾ അത് അംഗീകരിച്ചു കൊടുക്കാൻ ഞങ്ങൾ തയ്യാറല്ല. കഴിഞ്ഞ 4 വർഷക്കാലവും ഈ ഉദ്യോഗാർത്ഥികൾ പറഞ്ഞത് PSC റാങ്ക് ലിസ്റ്റ് കൂട്ടലിന്റെ സമയം ദീർഘിപ്പിക്കണമെന്നാണ്. അതിനുപോലും തയ്യാറല്ലാതെ അവർ PSC റാങ്ക് ലിസ്റ്റ് ഒക്കെ അവസാനിപ്പിച്ച് മുന്നോട്ട് പോയി. ഏറ്റവും ഒടുവിൽ ലിസ്റ്റ് കഴിഞ്ഞ ആഴ്ച ഒന്ന് ദീർഘിപ്പിച്ചു എന്നതിനപ്പുറത്തേക്ക് മറ്റെല്ലാ സമയത്തും ഉദ്യോഗാർത്ഥി വിരുദ്ധതയായിരുന്നു. ആ ദീർഘിപ്പിച്ച റാങ്ക് ലിസ്റ്റിന്റെ കാര്യങ്ങളിൽ പോലും മറ്റ് പെട്ടെന്ന് അവസാനിക്കുന്നതല്ല എന്നുള്ള ബോധ്യവും എല്ലാ ആളുകൾക്കുണ്ട്. അതുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ നയങ്ങൾക്കെതിരെയുള്ള കൂടുതൽ സമരങ്ങളുമായി KSU മുന്നോട്ട് പോകും. യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് സമരങ്ങൾ നടക്കുകയാണ്. ബഹുമാനപ്പെട്ട ശ്രീ ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും ശ്രീ ശബരിനാഥ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെയും ഒക്കെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരങ്ങൾ സമാനമായിട്ട് നടക്കും. അതിന്റെ കൂടെ KSUവിന്റെയും സമരങ്ങളുമായിട്ട് ഞങ്ങൾ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉണ്ടാകും. കേരള ജനതയും വിദ്യാർത്ഥികളും യുവജനങ്ങളും ഈ സമരത്തോട് ഐക്യപ്പെടണമെന്നും മാധ്യമപ്രവർത്തകരോട് കൂടി ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. കുളത്തൂരിന് ഒരു പുത്തൻ സുവർണ സംസ്കാരം സമ്മാനിച്ച് ബയൻ ഗോൾഡൻ ഡയമണ്ട്സ്. ബയൻ അവതരിപ്പിക്കുന്നു പരിശുദ്ധ BIS 916 സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. സ്പെഷ്യൽ ബ്രൈഡൽ കളക്ഷനുകൾ, ലൈറ്റ് വെയ്റ്റ് ഓർണമെന്റ്സ്, ആന്റിക് കളക്ഷൻസ്, ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഡിസൈൻ വൈവിധ്യങ്ങൾ, വിവാഹ പാർട്ടികൾക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുകൾ. മനസ്സറിഞ്ഞ പൊന്ന്, പൊന്നറിയും പാരമ്പര്യം. ബയൻ ഗോൾഡൻ ഡയമണ്ട്സ്, കുളത്തൂർ, കുറുപ്പത്താൽ.